നാളെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണമാണ്. സോ അവിടെ പോയിട്ട് ഇനിയുള്ള പോകണം, വൈകുന്നേരം പോകണം. അവൻ്റെ കല്യാണത്തിന് ശരിക്കും പറഞ്ഞാൽ അന്നായാണ് ഷർട്ടും മുണ്ടും എടുത്ത് തരേണ്ടത്. അവനെടുത്ത് തരാണ്ട് ഞങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് അത് അവന് പോലും അറിയാതെ ഒരു കോസ്റ്റ്യൂം സെറ്റ് ചെയ്തിട്ടാണ് അവൻ്റെ കല്യാണത്തിന് റിസപ്ഷന് ഞങ്ങൾ പോകുന്നത്. അത് അവനറിയില്ല സത്യത്തിൽ. അതെന്താ ക്വാളിറ്റി മനസ്സിൽ ഷർട്ടിന്റെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന് മാനേജർ ഇതിന് പൈസ കൊടുക്കാൻ ചെയ്യില്ല, തരാൻ പറ്റില്ലെന്നേ പറ. അവർ എന്ത് ചെയ്താലും കുഴപ്പമില്ല. അവർ അത്ര വലിയ കടൻ രൂപയിൽ ഉണ്ടാക്കും നമ്മള്. കാണിച്ചില്ല, എനിക്ക് പേടിയൊന്നുമില്ല. പോസ്റ്റ് അങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് മറന്നറോ നിങ്ങളുടെ അവിടെ അല്ലടാ പറ്റിയ. ഞാനേ കയറിയില്ല. നീ എവിടെ കയറാത്ത? നീ എന്താ കയറാത്ത? ഞാനേ കയറിയില്ല. നാളെ ചത്താൻ മതിയായിരുന്നു. പറയും അവൻ വയറല്ല. അവൻ വയറ്റിലാവനാവും. വയറിലാവില്ല, വയറിലാണ്. യൂട്യൂബിന്റെ സ്പെല്ലിംഗ് പറ. യൂട്യൂബ് സ്പെല്ലിംഗ് യൂട്യൂബ് അത്ര തന്നെ സ്പെല്ലിംഗ് ചോദിച്ചാ യു എഴുതുക, അത്ര തന്നെ യൂട്യൂബ്. ബി സൈലന്റ് എല്ലാ സൈലന്റ് തന്നെ. സ്പെല്ലിംഗ് അറിയില്ല. രണ്ടാണ് ഞാൻ ചെയ്യേണ്ടത്. അതങ്ങനെയാ, നീയാണ് ചെക്കേ. അതെനിക്കറിയില്ലല്ലോ. വരും നമ്മളോടേക്ക് പോണ കല്യാണം. താല കൊടുക്കണ്ട നോക്കി താല കൊടുക്കണ്ടാ. താല കൊടുക്കാനൊക്കെ ആൾക്കാരുണ്ടാ, പേടിക്കണ്ട. ചേച്ചി തന്നേണ്ടാ. നേരെ പോയിട്ട് പറയാറില്ല. നിന്റെ കള്ളക്കട കണ്ണിൽ ചെമ്മണിക്കാം ഭഗവതി പറഞ്ഞു. നേരെ ബാക്കിൽ നേരെ ബാക്കിൽ നീ അവിടെ എനിക്ക് മാത്രം മതി. എനിക്കിപ്പോ എത്ര സൈസ് വേണം? എനിക്കെത്ര സൈസ് വേണം? എന്തായാലും എടുക്കാൻ പോകണല്ലോ, പിന്നെന്താണ്? ഫസ്റ്റ് എവിടെ പാന്റ് എടുക്കാൻ പോയാലും പ്രൈസ് ടാഗ് നോക്കണം. അങ്ങനെ നോക്കണം, നിർത്തിപ്പടിക്കണം എന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ എന്തെങ്കിലും വേണം. അവൻ കറക്റ്റ് 1 പൈസ ബാക്കി അത് ചെയ്യാൻ വേണല്ലോ. ഇപ്പൊ നിന്റെ കയ്യിൽ ഇല്ല പറഞ്ഞാ അവന്റെ അടുത്തും കാണാണ്. ഞാൻ പിന്നെ ഒന്നും ഇല്ലല്ലോ. അരിയില്ലേ ആര് ഫോട്ടോ എടുത്താലും അടി വരിക. നമ്മളാണ് കഴിക്കും. അതിഗംഭീരമായി. പിന്നെ കല്യാണം ചെയ്യാൻ പാടില്ല. ആരും അത്ര അങ്ങനെ. അതാണ് നല്ലത്. രാത്രി 8 മണി കഴിഞ്ഞ് ഇനിയും വീട്ടിൽ പോയില്ല അവര്. അതാണ് അവരുടെ അവസ്ഥ.